പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ വിദേശത്തൊരു ജോലി ലഭിച്ചാൽ സ്വർഗം ലഭിച്ച പ്രതീതിയായിരുന്നു. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല. മലയാളികളെങ്കിലും വിസയുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട് എന്നതൊരു നല്ല തുടക്കമാണ്. വിദേശത്ത് ജോലി ലഭിച്ചാൽ വിസയെക്കുറിച്ചും അവിടുത്തെ സ്ഥിതി വിവരങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകുവാൻ തയ്യാറാകുക. ഈ മുന്നറിയിപ്പോടുകൂടി ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയായി. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. നീണ്ട 18 വർഷത്തെ പ്രവാസ ലോകം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന മലപ്പുറം സ്വദേശി നാരായണന് നവോദയയും അൽ വത്താനിയ കമ്പനി ജീവനക്കാരും ചേർന്ന് വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. 1996 കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ പത്രവിതരണ കമ്പനിയായ അൽ വത്താനിയ കമ്പനിയിൽ പത്രവിതരണക്കാരനായി ജോലിയിൽ പ്രവേശിച്ച നാരായണൻ ഫൈസീലിയ മേഖലയിൽ നവോദയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും ജനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. നവോദയയുടെ ഏരിയയ്ക്ക് വേണ്ടി വേലായുധനും ഫൈസീലിയ യൂണിറ്റിനു വേണ്ടി ലാലും അൽ വത്താനിയ കമ്പനിക്ക് വേണ്ടി ഫൈസ് റഹ്മാനും ഉപഹാരങ്ങൾ കൈമാറി. ഫൈസീലിയയിലെ അൽ വത്താനിയ കമ്പനിയിൽ വെച്ച് നവോദയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് നവോദയ ദെല്ല ഏരിയ പ്രസിഡന്റ് രാജൻ കായംകുളം ഉദ്ഘാടനം ചെയ്തു. ബഷീർ അധ്യക്ഷത വഹിച്ചു. ഹൃദയ സംബന്ധമായ അസുഖം വന്നതിനെ തുടർന്ന് അറാർ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം മഞ്ചേരി തുറക്കിൽ സ്വദേശിയും അറാർ പ്രവാസി സംഘം ടൗൺ ഏരിയയിലെ മെമ്പറുമായ നസീർ മുഹമ്മദിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിൽ അയക്കുന്നതിന് ആവശ്യമായ യാത്രാ ടിക്കറ്റും ചികിത്സാ സഹായവും അറാർ പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും വിവിധ ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ടൗൺ ഏരിയ സെക്രട്ടറി സുരേഷ് ബാബു നസീർ മുഹമ്മദിന് കൈമാറി. മാധ്യമരംഗത്തും പ്രവാസ ലോകത്തും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു കൂട്ടം മനുഷ്യർ പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകി. സെന്റർ ഫോർ ഇന്ത്യൻ മൈഗ്രന്റ് സ്റ്റഡീസ് ഭാരതീയ പ്രവാസി പഠന കേന്ദ്രം എന്ന ഈ സംഘടനയുടെ ഉദ്ഘാടനം കേന്ദ്ര പ്രവാസകാര്യ മന്ത്രി വയലാർ രവി ആലുവയിൽ നിർവഹിച്ചു. അതുപോലെ ആലോചിച്ച് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മന്ത്രികാലം ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഈ പ്രവാസി യോജന എന്ന് പറയുന്നത്. അതിന് വേണ്ടത്ര പ്രചാരം കൊടുത്തു എങ്കിൽ പോലും അംഗങ്ങളാകാൻ മടിക്കുന്നവരെയാണ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അഭ്യർത്ഥന എപ്പോഴും ഇതുപോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ പ്രവാസികൾ അംഗങ്ങളാകുന്നത് അവർക്കും കുടുംബത്തിനും തിരിച്ചു വരുമ്പോൾ ജീവിക്കുന്നതിന് സഹായകമായ പദ്ധതിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പദ്ധതികളുടെ പ്രയോജനം. അത് നമ്മുടെ ഇതുപോലുള്ള സംഘടനകൾ പ്രവാസി സംഘടനകളൊക്കെ സെന്റർ ഫോർ ഇന്ത്യൻ മൈഗ്രന്റ് സ്റ്റഡീസ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ക്ഷേമ പദ്ധതികളെ പ്രവാസികൾക്കായിട്ടുള്ള ക്ഷേമ പദ്ധതികളെ അവരെ ബോധ്യപ്പെടുത്തുകയും അതിൽ ഉൾക്കൊള്ളാൻ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ മുന്നോട്ട് വരാൻ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് അവസരത്തിൽ നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കാറുള്ളത്. സിംസിന്റെ ഡയറക്ടർ റഫീഖ് റാവുത്തർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻവർ സാദത്ത് MLA, മുൻ MP തമ്പാൻ തോമസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മുൻ പ്രവാസികളായ അമാനുള്ള, K മൂസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബഹ്റിനിലേക്ക് പോയ കന്യാകുമാരി ആടൂട്ടുകോണം സ്വദേശി ഷൈൻ 2007 ശേഷം വീട്ടിലേക്ക് ബന്ധപ്പെട്ടിട്ടില്ല. ഷൈന്റെ തിരോധാനത്തിന് ഉത്തരം തേടുകയാണ് അച്ഛനും അമ്മയും സഹോദരനും. ഈ ഷൈൻ എന്ത് ജോലിക്കാ പോയത്? മാർബിൾ ഹെൽപ്പറായിട്ട് പോയി. അവിടെ ചെന്നിട്ട് മാർബിളിൻ്റെ ഹെൽപ്പറായിരുന്നു. എത്ര വയസ്സായിട്ടുണ്ട് ഇയാൾക്ക്? ഇപ്പോൾ 35 വയസ്സ് കഴിയും. 2004 പോയിട്ട് ഇപ്പോൾ 8 വർഷമായി അല്ലേ? കല്യാണം കഴിച്ചിട്ടില്ല? 2004 പോയി. ഇപ്പോൾ 14. 24. ഇപ്പോൾ 14. 10 കൊല്ലമായി. 10 കൊല്ലമായി. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല? ഇല്ല. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10 വരെ പഠിച്ചു. 10 വരെ പഠിച്ചു. എത്ര മക്കളാ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 3 മക്കള്. അവൻ ഉള്ളതിൽ മൂത്തത്. രണ്ടാമത്തെ ഒരു പെൺകുട്ടിയുണ്ട്, അതിന് വിവാഹം കഴിച്ചു കൊടുത്തു. മൂന്നാമത്തെ ഇയാളാണ്. മനസ്സിലായി. ഞങ്ങൾക്ക് 3 പേർക്കും ഡയബറ്റീസിന്റെ കൂടുതലാണ്. അപ്പോൾ ആശുപത്രിയിൽ നിന്നും ചികിത്സയാണ്. ശരി. അപ്പോൾ ഇയാൾ എന്ത് പറ്റിയത്?
എന്താണെന്ന് അറിഞ്ഞൂടാ. നേരത്തെ കൃത്യമായിട്ട് കാശും ഫോൺ വിളിക്കുക. എത്ര കാലം 2004 പോയത്? എത്ര കൊല്ലം കാശൊക്കെ അയച്ചു? 2007 ആഗസ്റ്റ് വരെ കൃത്യമായിട്ട് പൈസ ഒക്കെ അയച്ചോണ്ടിരുന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. അപ്പൊ ബഹ്റൈനിലൊക്കെ നമ്മൾ എത്രയോ ആളുകൾ അറിയുന്നവരൊക്കെ ഉള്ളതല്ലേ, ഒന്ന് അന്വേഷിച്ചില്ലേ? പിന്നീട് ആ നമ്പറിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇനി ഈ നമ്പറിൽ വിളിക്കണ്ട, ഞാൻ ഈ മൊബൈൽ വെള്ളത്തിൽ വീഴുന്ന ചീത്തയായിപ്പോയി, വേറെ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ നമ്പർ അയച്ചു തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്പരും അയച്ചില്ല, വിവരം ഒന്നുമില്ല. അമ്മ ഇയാൾക്ക് വല്ല ദുസ്വഭാവങ്ങളുണ്ടോ? വേറെ ഇവിടെ വെച്ച് കുഴപ്പമില്ലായിരുന്നു. അമ്മയ്ക്ക് അറിയാം. ഒരു കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പമില്ല. നല്ല ശാന്തതയായിട്ട് നടന്ന. പിന്നെന്താ ഇങ്ങനെ ഒരു അവിടെ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ ചെന്ന് കണ്ട് വീട്ടിൽ ചെന്നിട്ടൊക്കെ അവധിക്ക് വരുമ്പോൾ ഒക്കെ ചോദിക്കും. ആളുകളെ കണ്ട് ചോദിക്കുമ്പോൾ പറയും അവനെ കാണാറുണ്ട്, ജോലിക്ക് പോകുന്നു, ഇപ്പോൾ ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെ എടുത്ത് ആൾ വെച്ച് അവൻ ചെയ്യിക്കുകയാണ്, പൈസയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്താ നിങ്ങളോടുള്ള വിരോധത്തിന് കാരണം? അങ്ങനെ അറിയത്തക്ക യാതൊരു വിരോധവും ഇല്ല. അവൻ പോണമെന്ന് ഞാൻ ചോദിക്കുന്നത് 2007 വരെ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നു, കൃത്യമായിട്ട് വിളിച്ചു. 2007 ശേഷം അയാൾ വേറൊരു ജോലി നോക്കി, നല്ല നിലയിൽ പൈസ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ പരിഗണിക്കുന്നില്ല? ആകെ ആശ്രയമായ ആളാണ്. കമ്പനിയിൽ നിന്ന് പുറത്തു ചാടി, വിസ തീർന്ന് പുറത്തു ചാടി. ഞാൻ ചോദിക്കുന്നത് കമ്പനിയിൽ നിന്ന് പുറത്തു ചാടി ഇതുണ്ടായി ഒക്കെ ശരി, പക്ഷെ കുടുംബവുമായി ബന്ധപ്പെടാതിരിക്കേണ്ട കാരണം എന്താ? അപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്തു ചാടിയപ്പോഴേ ഞാൻ പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും ആ വിഷയം പുതുക്കിയിട്ട് നാട്ടിൽ അവധിക്ക് വന്നിട്ട് പിന്നീട് പോവാം എന്ന് പറഞ്ഞു. നീ അതും കേട്ടില്ല. കാശുകൾ കൂട്ടുകാർക്ക് കടം കൊടുക്കരുത്, കൊടുത്താൽ തിരികെ കിട്ടില്ല, അങ്ങനെ നല്ല രീതിയിൽ ഏതെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടൊക്കെ അവനുണ്ട്, അങ്ങനെ ഏതെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അതിനും അനുസരിച്ചില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് വിളിക്കുകയുമില്ല, ഒരു വിവരവും ഇല്ല. ഇതിനിടയ്ക്ക് ബൈജു എന്നൊരാള് ഇദ്ദേഹത്തെ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ബൈജു എന്ന് പറഞ്ഞൊരുത്തൻ അവിടെ അടുത്ത് ഉള്ള താമസക്കാരുണ്ട്. ഇവൻ്റെ റൂമിൻ്റെ അടുത്താണ്. അയാൾ 2 മാസത്തിന് മുമ്പ് അവധിക്ക് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അയാൾ എന്നെ പറഞ്ഞു ഇവൻ നാട്ടിൽ വരുന്നില്ല, നന്നായിട്ട് വിളിച്ചു നോക്കി, അവൻ്റെ എന്തോ പ്രതീക്ഷ ഉണ്ട് പോലും, അത് ആയതിനു ശേഷം ഞാൻ വരുമെന്ന് പറയുന്നു. ഒരു ഫോൺ വിളിക്കയോ അല്ല, നിങ്ങൾ ഇപ്പോൾ ബാങ്കിലേക്ക് പൈസ അയക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. ബാങ്കിൽ പൈസ അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാളോട് പറഞ്ഞല്ലോ. അത് ഈ ഷൈനിനോട് പറഞ്ഞു, നേരത്തെ നിങ്ങളുടെ മകനോട് പറഞ്ഞു. അപ്പം അയാൾ നിങ്ങളോട് കലുഷമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നീരസം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല? അതിലുള്ള ഒരു ഇതാണോ, ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമില്ലായ്മയാണോ നിങ്ങൾക്ക് പിന്നീട് കത്തയക്കാതിരിക്കാൻ? അവൻ ഉദ്ദേശിച്ചതുപോലെയുള്ള കാശ് അവന് സേവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കില്ല, അതാണെന്ന് തോന്നുന്നത്. അല്ല, വീടുമായിട്ട് ഒരു പ്രശ്നവുമില്ല. വേറെ വല്ല ബന്ധങ്ങളുണ്ടോ അയാൾക്ക്? അങ്ങനെ അറിഞ്ഞൂടാ, അങ്ങനെ ഇല്ല. ബഹ്റൈനിലെ ആളുണ്ട്, നമുക്കൊന്ന് കൊണ്ടുവരണം അല്ലേ? അതാണ് ആവശ്യം. എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിൽ കൊണ്ടെത്തിക്കണം. പ്രവാസ ലോകം ബഹ്റൈനിലെ പ്രേക്ഷകരോടും ഞങ്ങളുടെ പ്രതിനിധികളോടും ഉള്ളൊരു അഭ്യർത്ഥനയാണ്. ഷൈൻ 2004 മുതൽ ബഹ്റൈനിലുള്ള ഒരാളാണ്. ബഹ്റൈൻ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രദേശമല്ല, ചെറിയൊരു പ്രദേശമാണ്. പരസ്പരം കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ ഒന്നും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷൈൻ 2007 മുതൽ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും വയ്ക്കുന്നില്ല എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പരാതി. സുഖമില്ലാത്ത അനുജനും വന്നിട്ടുണ്ട്. അപ്പോൾ ഷൈനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബൈജു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ നമ്പറും ഞങ്ങൾ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടോ അല്ലെങ്കിൽ ഈ ഷൈൻ ആയിട്ടോ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാസ ലോകം പ്രവർത്തകർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ ശ്രമിക്കണം. ബഹ്റൈനിലെ പ്രവാസ ലോകം പ്രവർത്തകർ ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. കൈരളിയുടെ ആരംഭം മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാണാതായ ആളുകളെ കണ്ടെത്തിയ ഒട്ടേറെ ചരിത്രങ്ങളുള്ളതാണ് ബഹ്റൈനിലെ പ്രവാസ ലോകം പ്രവർത്തകർ. തീർച്ചയായിട്ടും അവരിതിന് ശ്രമിക്കും. പ്രവാസ ലോകം പ്രേക്ഷകർ ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് ഷൈനിനോടാണ്. ഷൈൻ എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള നിലപാടെടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 7 വർഷമായിട്ട് നിങ്ങൾ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗൾഫിൽ നമ്മളെ പ്രതീക്ഷകളൊന്നും ചിലപ്പോൾ ഫലവത്താവാറില്ല. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഫലവത്താവില്ല. ചിലരൊക്കെ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ അതിസമ്പന്നർ എന്ന് പറയുന്ന എത്രയോ ആളുകൾ എത്രയോ വർഷത്തിന് ശേഷമാണ് അവരുടെ ജീവിതം കരുപിടിപ്പിച്ച് പുതിയ നിലയിലെത്തിയത്. ഒറ്റയടിക്കൊന്നും ഗൾഫിൽ അത്തരത്തിലുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലുള്ള കാര്യങ്ങൾ നടക്കില്ല ഷൈൻ. അതിന് നമ്മൾ വീട്ടുകാരോട് ഗർവിച്ചിട്ടോ വീട്ടുകാരോട് മിണ്ടാതിരുന്നിട്ടോ വീട്ടുകാരെ അന്വേഷിക്കാതിരുന്നിട്ടോ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഷൈൻ ദയവ് ചെയ്ത് വീട്ടിലേക്ക് വിളിക്കുക, കഴിയുമെങ്കിൽ ഒന്ന് വന്നേച്ചു. വന്നു പോയാൽ കുറേ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും 30-35 വയസ്സേ ഇല്ലല്ലേ? വിവാഹപ്രായമൊക്കെ ഒരു ലെവലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദുശ്ശീലങ്ങളൊന്നുമില്ല, ദുസ്വഭാവങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് അച്ഛനും അമ്മയും പറയുന്നത്. പൊതുവെ ശാന്തനായ ഒരാൾ, ലക്ഷ്യം നേടാതെ വന്നതുകൊണ്ടുള്ള ഒരു നിരാശയിൽ നിന്ന് കുടുംബത്തെ മറന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ. നിങ്ങൾക്ക് മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ ഒരു പ്രകൃതമൊക്കെ കേട്ടിട്ട്. പക്ഷെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ് കുടുംബത്തെ മറക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആത്യന്തികമായിട്ട് കുടുംബത്തിൽ എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രവാസ ലോകത്തിലൂടെ അനുഭവമായിട്ടുള്ളത്. അവിടെ തീർച്ചയായിട്ടും ഷൈൻ അച്ഛനും അമ്മയും വിളിക്കണം, കഴിയുന്നതും വേഗം നാട്ടിലേക്ക് വരണം. എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ ഉള്ള പ്രവാസ ലോക പ്രവർത്തകരുണ്ട്, സതീന്ദ്രനെ പോലുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ താമസിയാതെ തന്നെ വീട്ടിലെത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണമെന്നാണ് എനിക്ക് പറയുന്നത്. അമ്മയൊക്കെ ഇരുന്ന് കരയാണ്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുട്ടിയെ വളർത്തി ഇത് ചെയ്യുന്നത്. അച്ഛനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്ന അമ്മയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേകതകളുണ്ട് നമ്മുടെ ലോകത്തൊക്കെ. അമ്മ എന്ന് പറയുന്ന ഏക സത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ അത് ഷൈനും ഗുണകരാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കണ്ണീരൊപ്പാൻ സഹോദരൻ സുഖമില്ലാതെ വന്നിരിക്കുന്നു, ഇവരൊക്കെ കാണുമ്പോൾ തന്നെ ഷൈനൊരു വിഷമം തോന്നുന്നു എനിക്കറിയാം. തീർച്ചയായിട്ടും വീട്ടിലേക്ക് വിളിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ ഇത് പറയണ്ട? വരൂട്ടാ. ശരി. നാട്ടിൽ ആര് വന്നാലും ഓടിച്ചെന്ന് കാക്കും. എന്നെ കണ്ട എന്തോ പറഞ്ഞ്. തീർച്ചയായും ഷൈൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെയും പ്രതീക്ഷ. പ്രതീക്ഷിക്കാൻ ഞാനും 3 വർഷമായി കുവൈറ്റിലുള്ള തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുലൈമാൻ കഴിഞ്ഞ 1.5 വർഷമായി വീടുമായി ബന്ധപ്പെടുന്നില്ല. കുവൈറ്റിലെ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിക്കുകയാണ് ഭാര്യ കുൽസും ബീവി. സുലൈമാൻ എത്ര കൊല്ലമായിട്ട് കുവൈറ്റിലുണ്ട്? 2003 ആദ്യം പോയി, പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നിട്ട് 2006 വീണ്ടും പോയി. വീട്ടിൽ പോയിട്ട് 4.5 വർഷമായപ്പം 2011 വീട്ടിൽ വന്നു. 2011 മാർച്ചിൽ പോയത്. ഒരു 1.5 വർഷം അടുപ്പിച്ച് വീട്ടിൽ പോകാൻ വിളിക്കുമായിരുന്നു, രൂപയൊക്കെ അയക്കുമായിരുന്നു. അതിനുശേഷം ഇതുവരെ ഇല്ല. എത്ര കാലമായി? 2012 ഓഗസ്റ്റ് 13 വീട്ടിൽ പോകാൻ വിളിച്ചത്. പിന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ അവിടെയുള്ള കൂട്ടുകാരുണ്ട്, നമ്മൾ വീണ്ട പരിസരത്തുമല്ല. അവരുടെ ഷബീർ, നിസാം, കുമാർ എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അവരൊക്കെ വീട്ടിൽ പോയി തിരക്കി അവരോടത്തൊക്കെ പോയി ചോദിച്ചപ്പോൾ മുമ്പ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇപ്പം 3-4 മാസം കൊണ്ട് അവർ പറയണം അവിടെ എങ്ങും കാണാനില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു കൈരളി ചാനലിൽ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് കൈരളി പ്രവർത്തകർ അവിടെ ഉള്ളവർ ഇവരെ കാണാതെ ഞാൻ പരാതി തന്നാലും തിരക്കി എന്നെ അറിയിക്കില്ല എന്ന് പറഞ്ഞ്. എന്താണ് അവിടെ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് കാരണം പറഞ്ഞാൽ വീട്ടിൽ ഒരു പിണക്കവും ഇല്ല. 2 മക്കളുണ്ട്. എനിക്ക് 2 മോളാണ്, 2 പേരെയും കെട്ടിച്ച്. അപ്പോൾ ഇവളെ 2 മക്കളെ കല്യാണത്തിന് ഭർത്താവ് നാട്ടിൽ വന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് പറയും കെട്ടിക്കാൻ പറയും. അങ്ങനെ കുവൈറ്റിൽ പൈസ കഴിച്ചു തരുമായിരുന്നു. അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പം വീടില്ല, വീട് വിറ്റാണ് ഇളയ മോളെ കെട്ടിച്ചത്. അപ്പോൾ രൂപയെന്ന് അങ്ങനെ വാടകയ്ക്ക് 6 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കും. ഇല്ല, പിന്നെ മക്കൾ കിട്ടുന്നത് കൊണ്ട് തരും, വാടക കൊടുക്കും. മക്കൾക്ക് ജോലി ഇല്ല? ഇല്ല, 2 പേർക്കും ഇല്ല. മരുമക്കളുടെ കൊടുക്കണത്. എന്താണ് സുലൈമാൻ അങ്ങനെ ആവാൻ എന്ത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനാണ് ഇവിടെ വന്നത്. ഇല്ല, എന്താണെന്ന് അവിടെ എന്താണ് എൻ്റെ വീട്ടിലും മക്കളും. ഇവിടെ എങ്ങനെയായിരുന്നു?
ഇവിടെ നല്ല ഡീസൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആളാണ്. അവിടെ പോയ എന്താണ് ചീട്ടുകളിയാ അല്ലെങ്കിൽ അങ്ങനെയുള്ള മദ്യപാനം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഉണ്ടായിരുന്നു. ചീട്ടുകളിയില്ല, ചെറുതായിട്ട് മദ്യപാനിക്കുമായിരുന്നു. സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളാണോ? ഇല്ല ഇല്ല, അങ്ങനെ വീട്ടിൽ വന്നാലും അങ്ങനെ പുറത്തൊന്നും അങ്ങനെ കൂടുതൽ പോവുകയൊന്നും ഇല്ലായിരുന്നു. അവിടെ അങ്ങനെ നല്ല സൗകര്യമായിരുന്നു, നല്ല സ്നേഹത്തിലാണ്. വേറെ ഒരു ബന്ധങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് അവിടെ തിരക്കാൻ എനിക്കറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടാ? എനിക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ തിരക്കിയാൽ അറിയാം എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് കേൾക്കുമോ? എന്തെങ്കിലും സംശയം ചെറുതായിട്ട് കേട്ടപ്പോൾ ഒന്നും ഏറ്റിട്ടില്ല ഇതുവരെ. പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഈ ചാനലിൽ വന്നത്. എനിക്ക് നിങ്ങളുടെ കൂടെ അവിടെ ഉള്ള പ്രവർത്തകർ തിരക്കി എന്താണെന്നാക്കി നാട്ടിലെത്തിക്കണം. ഇതിനിടയ്ക്ക് എംബസിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഞാൻ എംബസിയിലും കൊടുത്തിരുന്നു 2012. പിന്നെ ഫോണിൽ നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല? ഇല്ല, ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. കൂട്ടുകാരും 4 മാസത്തിന് മുമ്പ് എടുക്കുമായിരുന്നു. ഇപ്പം അവരും എടുക്കുന്നില്ല ഫോൺ വിളിച്ച്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾ നേർ വഴിയിൽ പോകണം, എന്തെങ്കിലും എന്താണ് സർക്കാർ വഴിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി അറിയിക്കാൻ പറയണം. സർക്കാർ വഴി കേസ് കൊടുക്കുകയോ വനിതാ സെല്ലിൽ കൊടുക്കുകയോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. വനിതാ സെല്ലിൽ കൊടുക്കണം ഇങ്ങനെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. വനിതാ സെല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ കുഴപ്പമാണ്. ഇത് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ കേസിനൊന്നും പോയില്ല, പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ. ഇതുപോലത്തെ നിരവധി ഭർത്താക്കന്മാരുണ്ട്, നിങ്ങളെ ഭർത്താവ് മാത്രമല്ല. ഒരുപാട് ഭർത്താക്കന്മാർ ഗൾഫിൽ പോയിട്ട് വീട് അന്വേഷിക്കാത്ത ആളുകളുണ്ട്. ചിലർക്കൊക്കെ അത്യാവശ്യം ഇതുപോലത്തെ കുഴപ്പങ്ങളുള്ളവരാണ്. അപ്പോൾ 2011 വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പോകണ്ട, 2 മക്കളെയും കെട്ടിച്ച് ഞാൻ ഒറ്റയ്ക്കാണ്, ഇനി പോകേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ റോട്ടിൻ്റെ അരുവത്ത് സ്ഥലമുണ്ട്, അവിടെ ഒരു കടയും വീടുമായിട്ട് വെച്ച് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി പോയിട്ട് സ്ഥലം 3 സെൻറ്റ് സ്ഥലം എൻ്റെ പേർക്കുണ്ട്. ഞങ്ങൾ 2 പേർക്കുണ്ടാണ്. അപ്പോൾ അതിൽ പിന്നെ വീട് വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും പോയത്. 2011 പോയിട്ട് 1.5 വർഷം വരെ. 1.5 വർഷം അയച്ചു, പിന്നെ ഒന്നും അയച്ചില്ല? ഇല്ല. ഇപ്പോഴും വീട് വെക്കണം. വാടകക്കാരാണെങ്കിൽ വീടിൻ്റെ ഓണർ മാറാൻ പറയുന്നു. 2 വർഷമായപ്പോഴേ പഞ്ചായത്തിൽ നിന്നൊക്കെ പൈസ കിട്ടൂലേ വീട് വെക്കാൻ? ഇല്ല, ഭർത്താവ് വിദേശത്തിന് കൊണ്ട് തരൂല. അപ്പം നിങ്ങൾക്ക് കാര്യമായ എന്തോ സംശയം ഇല്ലായില്ല അല്ലേ? അങ്ങനല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? അപ്പം അങ്ങനെ സംസാരിക്കാം അല്ലേ? സുലൈമാൻ, എനിക്കാണെങ്കിൽ ആമക്കളൊന്നുമില്ല, 2 മരുമക്കളാണ്, അവർ കൂലിപ്പണിക്കാരാണ്. മക്കളെ പഠിപ്പിച്ചില്ല? മക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ല? പഠിച്ച് മക്കൾക്ക് ജോലിയൊന്നുമില്ല. മൂത്ത മോള് ഡിഗ്രി വരെ പോയി, അല്ലെങ്കിൽ +2 വരെ പോയി. നിങ്ങൾക്ക് ആങ്ങളമാരൊന്നുമില്ലേ? എനിക്ക് ആമകളുണ്ട്, എല്ലാം കൂലിപ്പണി. അവരെ കുടുംബങ്ങൾ നോക്കി അവർ പോവും എല്ലാവരും. കുവൈറ്റിലെ പ്രവാസ ലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടും സുലൈമാനോടും കൂടിയാണ് ഈ അഭ്യർത്ഥന. സുലൈമാൻ്റെ സുഹൃത്തുക്കൾ ഇവർ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ സുലൈമാനെ കണ്ടിരുന്നു അല്ലേ? കാണാറുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാറില്ല, എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത്. അപ്പോൾ സുലൈമാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് മാന്യമായിട്ട് പെരുമാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു പോയില്ലിടും. ആ ജീവിതത്തിലേക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ചില പാകപ്പഴകളൊക്കെ വരും. മനുഷ്യരല്ലേ, ചില പാകപ്പഴകളൊക്കെ വരും. അതൊന്നും നമ്മൾ അത്ര അതിലൊന്നും ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. നിങ്ങൾ തിരുത്തേണ്ട സന്ദർഭമാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഉറപ്പിച്ചിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ തയ്യാറില്ല. കാരണം ഗൾഫിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ചില സമയത്ത് പണി ഉണ്ടാവില്ല, ചില സമയത്ത് വിസ ഉണ്ടാവില്ല, ചില സമയത്ത് താമസ സൗകര്യം ഉണ്ടാവില്ല. ഒരുപാട് കെട്ടുപാടുകൾ ഗൾഫ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും ദുരിതപൂർവമായിട്ടുള്ള ജീവിതമാണ് സാധാരണക്കാരായുള്ള ആളുകൾക്ക്. എന്നും അവർക്ക് ഉറങ്ങാൻ പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന രാത്രികൾ കുറവായിരിക്കും എന്നാണ് ഒരു പ്രവാസി എന്ന നിലയിൽ ദീർഘകാലം ജീവിതം നയിച്ച ഒരാൾ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സമാധാനിപ്പിച്ച് കുറച്ച് പൈസ അയച്ചു കൊടുത്ത് ഒന്ന് വന്ന് ഒക്കെ പോയാൽ നന്നായിരിക്കും എന്നാണ് സുലൈമാൻ തോന്നുന്നു. സുലൈമാൻ കൂടുതൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, താൻ അവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ഞങ്ങളെ പ്രവർത്തകർ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണും, യാതൊരു സംശയമില്ല.
ഞങ്ങളെ പ്രവർത്തകർക്ക് ഒരു പക്ഷം ചേരുകയോ ഒരു ഭാഗം ചേരുകയോ എന്ന പ്രശ്നമൊന്നുമില്ല. പ്രവാസലോകം പ്രവർത്തകർ ന്യായമായിട്ട് ഏതാളുകളെയും സമീപിക്കാൻ അവർക്കൊരു ഭയവുമില്ല. ഏത് വലിയ ആളാണെങ്കിലും അവർ വന്ന് കാണും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അവർ അങ്ങനെ പക്ഷം പിടിക്കുകയോ ഭാഗം ചേരുകളോ ഒന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, ഒരു ന്യായമായിട്ടുള്ള അത് കുവൈറ്റിലെ പ്രവാസലോകം പ്രവർത്തകർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം തന്നെ സുലൈമാനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ കുടുംബിനിയെ, സുലൈമാൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് അയക്കുകയാണ്. ഉറപ്പായിട്ടും സുലൈമാൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പൊക്കോളെ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ആദ്യ പ്രവാസിയായ ആദം മുതൽ ഇന്നലെ വിദേശത്തേക്ക് പോയ ആൾ വരെ പീഡനങ്ങൾ സഹിച്ചിട്ടേയുള്ളൂ. അതെന്നും അങ്ങനെ തന്നെയാണ്. പീഡനങ്ങളെ അതിജീവിച്ചവരൊക്കെ വിജയത്തിൻ്റെ പാത കണ്ടെത്തിയിട്ടുമുണ്ട്. മണലാരണ്യങ്ങളിൽ ജോലി നോക്കുന്ന എല്ലാ പ്രവാസികൾക്കും വിജയത്തിൻ്റെ മാർഗം കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.